മോഡേൺ ഫിസിക്സ് കിഴക്കൻ ദർശനങ്ങളെ കണ്ടുമുട്ടുമ്പോൾ എന്ന വിഷയത്തെ അധികരിച്ചുള്ള പ്രഭാഷണത്തിൻ്റെ മൂന്നാമത്തെ ഭാഗമാണ് ഇത്. ഒന്നാം ഭാഗത്തിൽ ഈ പ്രപഞ്ച സൃഷ്ടിയുടെ അടിസ്ഥാന ഘടകം എന്ത് എന്ന സയൻസിൻ്റെ അന്വേഷണ ചരിത്രത്തെ, അതിൻ്റെ ചില നാഴികക്കല്ലുകളെ നാം വളരെ സംക്ഷിപ്തമായി ഒന്ന് നോക്കാൻ ശ്രമിച്ചു. മാറ്റർ എന്ന ഭൗതിക വസ്തുവിൻ്റെ ചലനം കൃത്യമായും നിശ്ചിതമായ പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ചുള്ള ഈ ചലനമാണ് പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് നാം മനസ്സിലാക്കി. അങ്ങനെ യാന്ത്രികമായ നിയമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഭീമാകാരമായ ഒരു യന്ത്രം ആണ് ഈ പ്രപഞ്ചമെന്നും അതിൻ്റെ ഒരു ഉപോൽപ്പന്നം മാത്രമാണ് ബോധം അഥവാ ഒരു നിരീക്ഷകനെന്നും നാം കണ്ടെത്തി. അങ്ങനെ ഒരു നിരീക്ഷകന്റെ സഹായമില്ലാതെ സ്വതന്ത്രമായ ഒരു നിലനിൽപ്പാണ് യാഥാർത്ഥ്യം എന്ന് നാം എല്ലാം കരുതി. എന്നാൽ ക്വാണ്ടം മെക്കാനിക്സിൻ്റെ വരവോടെ ഈ യാന്ത്രിക അടിത്തറയ്ക്ക് ഇളക്കം തട്ടിത്തുടങ്ങി. നാം കരുതിയതുപോലെ വെറും യാന്ത്രികമായ ഒന്നല്ല യാഥാർത്ഥ്യമെന്നും അനന്തമായ സാധ്യതകളിൽ നിന്നും ഒരു യാഥാർത്ഥ്യം സംഭവിക്കുന്നത് മാത്രമാണെന്നും അങ്ങനെ സംഭവിക്കുന്നത് ഒരു അളവിലൂടെ അഥവാ നിരീക്ഷണങ്ങളിലൂടെ മാത്രമാണെന്നും നാം മനസ്സിലാക്കി. മാത്രമല്ല, നാം കരുതിയതുപോലെ ഈ പ്രപഞ്ചം അടിസ്ഥാനപരമായ ഒരു ഖരരൂപമല്ലെന്നും ഒരുപക്ഷെ ഒരു തരംഗരൂപം അല്ലെങ്കിൽ ഒരു മണ്ഡലം എന്നൊക്കെ മാത്രം സങ്കല്പിക്കാൻ കഴിയുന്ന നമ്മുടെ ഇന്നത്തെ അറിവിനുള്ളിൽ എന്താണ് എന്ന് കൃത്യമായി നിർവചിക്കാൻ കഴിയാത്ത ഒന്നാണെന്നും എന്ന നിലയിലേക്ക് നാം എത്തി. അതോടൊപ്പം ഏതാണ്ട് 300 കൊല്ലമായി സയൻസിൻ്റെ പുറത്തു നിർത്തിയിരുന്ന ബോധമെന്ന സങ്കല്പം ഒരു അവിഭാജ്യ ഭാഗമാണെന്നും നാം മനസ്സിലാക്കി തുടങ്ങി. പ്രഭാഷണത്തിൻ്റെ രണ്ടാം ഭാഗത്തിൽ നാം പരിശോധിച്ചത് ഇക്കാര്യമാണ്. ഈ ചിന്തയുടെ തുടർച്ചയാണ് ഈ മൂന്നാം ഭാഗവും. നാം കാണുന്നതെല്ലാം, നാം സ്പർശിക്കുന്നത്, നാം അനുഭവിക്കുന്നത് എല്ലാം നാം കരുതുന്ന പോലെ ആറ്റം കൊണ്ടോ അണുഘടകങ്ങൾ കൊണ്ടോ അല്ല നിർമ്മിച്ചിരിക്കുന്നത്. അതിലും വിചിത്രമായ അല്ലെങ്കിൽ നമുക്ക് അപരിചിതമായ എന്തോ ഒന്ന് നാം കാണുന്ന ഈ ലോകത്തിൻ്റെ നമുക്കൊക്കെ പരിചിതമായ ഈ പ്രതലത്തിനും അടിയിൽ എല്ലായ്പ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു പ്രതലമുണ്ട്. ഒരു തിരയടിക്കുന്നത് പോലെ, അല്ലെങ്കിൽ മിന്നിയും മങ്ങിയും കത്തുന്നത് പോലെ എല്ലായ്പ്പോഴും കർമ്മനിരതമായ ഒന്ന്. ശൂന്യം എന്ന് നാം കരുതുന്നിടം പോലും എല്ലായ്പ്പോഴും കർമ്മനിരതമായ ഒന്ന്. അതിനെ ചലനം എന്ന് പോലും വിളിക്കാൻ കഴിയില്ല. കാരണം ചലനം എന്നത് ദേശകാലങ്ങൾ അഥവാ സ്പേസ് ആൻഡ് ടൈം കൂടി ഉൾപ്പെട്ടതാണ്. എന്നാൽ ദേശവും കാലവും പോലും ഇതിലാണ്. അതിനെയാണ് ക്വാണ്ടം ഫീൽഡ് എന്ന ഫിസിക്സ് വിളിക്കുന്നത്. മങ്ങിയും തെളിഞ്ഞും കത്തുന്നത് പോലെ, അല്ലെങ്കിൽ ചെറു ഓളങ്ങൾ പോലെ ഉയരുകയും താഴുകയും ചെയ്യുന്നത് പോലുള്ള ഒരു ഘടന അഥവാ പാറ്റേൺ. നാം പാർട്ടിക്കിൾ എന്ന് കരുതുന്നതും ഊർജം അഥവാ എനർജി എന്നത് കരുതുന്നതും എല്ലാം സൃഷ്ടിക്കപ്പെടുന്നത് ഈ പാറ്റേൺ ആണ്. നാം അടിസ്ഥാന ഘടകങ്ങൾ എന്ന് കരുതുന്ന പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ എനർജി ഒന്നും യാഥാർത്ഥ്യത്തിൻ്റെ അടിസ്ഥാന ഘടകമല്ല. അവ ക്വാണ്ടം ഫീൽഡ് പാറ്റേണുകളുടെ ഉൽപ്പന്നം മാത്രമാണ്. ഒരു ഘനദ്രവ്യം എന്ന നിങ്ങളുടെ തോന്നൽ ഇതിൻ്റെ 2 തരം പ്രകമ്പനങ്ങൾ പരസ്പരം കൂടിച്ചേരാൻ കാണിക്കുന്ന വിമുഖതയാണ്. ഇന്ന് ഫിസിക്സ് പറയുന്ന സ്റ്റാൻഡേർഡ് പാർട്ടിക്കിൾസ് എല്ലാം ഈ ഫീൽഡിൻ്റെ ഓരോ രീതിയിലുള്ള ഉത്തേജനങ്ങൾ മാത്രമാണ്. ഇതിൻ്റെ പഠനശാഖയാണ് ക്വാണ്ടം ഫീൽഡ് തിയറി അഥവാ QFT എന്ന് പറയുന്നത്. ക്ലാസിക്കൽ ഫിസിക്സിൽ നാം സങ്കല്പിക്കുന്നത് പാർട്ടിക്കിൾ എന്നാൽ വളരെ ചെറിയ ഒരു പന്ത് പോലെ. അതുപോലെ ഫീൽഡ്
ഉദാഹരണം ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് എന്നാൽ സ്പേസിൽ നിറഞ്ഞു നിൽക്കുന്നത് എന്നൊക്കെയാണ്. എന്നാൽ QFTയിൽ ഈ പ്രപഞ്ചം ഇത്തരം ഫീൽഡുകളുടെ ഒരു സംഘാതം മാത്രമാണ്. പാർട്ടിക്കിൾസ് ഈ ഫീൽഡുകളുടെ ഒരു ഉത്തേജനവും. ശാന്തമായ ഒരു സമുദ്രത്തെ സങ്കല്പിക്കുക. അത് ഈ ഫീൽഡിൻ്റെ ഏറ്റവും താഴ്ന്ന ഊർജ നിലയാണ്. അതായത് വാക്വം സ്റ്റേറ്റ്. ആ സമുദ്രത്തിലുണ്ടാകുന്ന ഒരു ചെറിയ തിരയിളക്കം, അതാണ് പാർട്ടിക്കിൾ. അങ്ങനെ ഇലക്ട്രോൺ ഫീൽഡ്, ഫോട്ടോൺ ഫീൽഡ്, ക്വാർക്ക് ഫീൽഡ്, ഹിഗ്സ് ഫീൽഡ്, ഗ്ലൂയോൺ ഫീൽഡ് എന്നിങ്ങനെ ഓരോ തരം പാർട്ടിക്കിളിനും ഓരോ ഫീൽഡ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പാർട്ടിക്കിൾസ് എന്ന് പറയുന്നത് ഈ ഫീൽഡുകളിൽ ഉണ്ടാകുന്ന ഒരു ഈവൻറ്റ് അഥവാ ഒരു സംഭവം മാത്രമാണ്. അതായത് സ്റ്റാൻഡേർഡ് ക്വാണ്ടം ഫീൽഡ് തിയറിയിൽ എത്ര തരം പാർട്ടിക്കിൾസ് ഉണ്ടോ അത്രയും തരം ഫീൽഡ്സും ഉണ്ട് എന്ന് സാരം. എന്നാൽ ഇന്ന് ബഹുഭൂരിപക്ഷം ഫിസിസിസ്റ്റും ചിന്തിക്കുന്നത് മറ്റൊരു ദിശയിലാണ്. ഈ നിരവധി ഫീൽഡുകൾ എന്തുകൊണ്ട് അടിസ്ഥാനപരമായ ഒരൊറ്റ ഫീൽഡിൻ്റെ, അതായത് താഴ്ന്ന ഊർജ നിലയിലുള്ള വിവിധ സ്പന്ദനങ്ങളായി കൂടാ? സ്ട്രിംഗ് തിയറി, ക്വാണ്ടം ഗ്രാവിറ്റി, എമർജൻ QFT എന്നിവയൊക്കെ ഈ ദിശയിലാണ് സഞ്ചരിക്കുന്നത്. അങ്ങനെ ഈ പ്രപഞ്ചം എന്നത് ഒരൊറ്റ ഫീൽഡ് എന്ന നിലനിൽപ്പാണെന്നും ഇവിടെ പ്രകടീകൃതമാകുന്നതെല്ലാം അതിൻ്റെ ചലനമുണ്ടാക്കുന്ന പ്രതീതി മാത്രമാണെന്നുമുള്ള ഒരു നിഗമനത്തിൽ ഫിസിക്സ് ആത്യന്തികമായി എത്തിയാൽ ചില കിഴക്കൻ ദർശനങ്ങളുമായി സാരാംശത്തിൽ അത് എങ്ങനെയാണ് ഒത്തുപോകുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യയിലെ ഷഡ്ദർശനങ്ങൾ എന്നറിയപ്പെടുന്ന 6 ദർശനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഉത്തരമീമാംസ എന്ന പേരിൽ അറിയപ്പെടുന്ന വേദാന്ത ദർശനം. പരിശോധന, അന്വേഷണം, ക്രിട്ടിക്കൽ എൻക്വയറി എന്നൊക്കെയാണ് മീമാംസ എന്ന വാക്കിൻ്റെ അർത്ഥം. 2 മീമാംസകളാണ് ഭാരതത്തിലുള്ളത്. രണ്ടും വേദങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ അന്വേഷണങ്ങളാണ്. ഇതിൽ സാധാരണഗതിയിൽ മീമാംസ എന്ന് വിളിക്കുന്നത് പൂർവമീമാംസയാണ്. പൂർവമീമാംസ കൃത്യമായും പറഞ്ഞാൽ ഒരു ദർശനമല്ല, പിന്നെയോ ഹെർമ്യൂനറ്റിക്സ് അഥവാ ഭാഷാതന്ത്രമാണ്. അതായത് കർമ്മകാണ്ഡ വേദങ്ങളുടെ ഒരു വിശദീകരണം എന്ന് പറയാം. രണ്ടാമത്തെ മീമാംസയായ ഉത്തരമീമാംസ വേദാന്തം എന്ന പേരിലാണ് കൂടുതൽ പറയപ്പെടുന്നത്. സാധാരണ വേദാന്തം എന്നതിനെ നിർവചിക്കുന്നത് വേദാന്ത നാമ ഉപനിഷത് പ്രമാണം എന്നാണ്. അതായത് ഉപനിഷത്തുക്കൾ പ്രമാണമാക്കിയിട്ടുള്ളത് എന്നർത്ഥം. മന്ത്രങ്ങളും ബ്രാഹ്മണങ്ങളും ചേർന്നതാണ് വേദം. ബ്രാഹ്മണങ്ങൾ എന്നാൽ പരത്തിയത് അല്ലെങ്കിൽ വലുതാക്കിയത്, വികസിപ്പിച്ചത് എന്നൊക്കെയാണ് അർത്ഥം. അതായത് വേദമന്ത്രങ്ങൾ വികസിപ്പിച്ചതാണ് ബ്രാഹ്മണങ്ങൾ. മന്ത്ര ബ്രാഹ്മണയോ വേദ നാമധേയത്വം എന്നാണ് പ്രമാണം. ഉപനിഷത്തുക്കൾ ബ്രാഹ്മണങ്ങളിൽപ്പെട്ടതാണ്. ബ്രാഹ്മണ പ്രതിഭാസങ്ങളെ പൊതുവെ 2ആയി തിരിക്കാം: കർമ്മകാണ്ഡമെന്നും ജ്ഞാനകാണ്ഡമെന്നും. ജ്ഞാനകാണ്ഡത്തെ ഉപാസനാകാണ്ഡമെന്നും പറഞ്ഞു വരുന്നുണ്ട്. വേദാന്തികളാകട്ടെ ജ്ഞാനകാണ്ഡത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വെറും കർമ്മ അനുഷ്ഠാനങ്ങൾ കൊണ്ട് മനുഷ്യൻ ഒരിക്കലും ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ കഴിയില്ല എന്ന് അവർ വാദിക്കുന്നു. ജ്ഞാനകാണ്ഡത്തിൻ്റെ സാരാംശം ഉൾക്കൊണ്ട് വേദവ്യാസൻ എഴുതിയതാണ് ബ്രഹ്മസൂത്രം. ഉപനിഷത്തുക്കളും ബ്രഹ്മസൂത്രവും ഭഗവത്ഗീതയും ചേർന്നതിനെയാണ് പ്രസ്ഥാനത്രയം എന്ന് വിളിച്ചു പോരുന്നത്. ഒരു രീതിയിൽ പറഞ്ഞാൽ പ്രസ്ഥാനത്രയത്തെ അടിസ്ഥാനപ്പെടുത്തിയ ഒന്നാണ് വേദാന്ത ദർശനങ്ങൾ വികസിച്ചിരിക്കുന്നത്. പല വേദാന്തങ്ങൾ ഉണ്ടെങ്കിലും ആദ്യമായി അദ്വൈത വേദാന്തം എന്ന ചിന്താ പദ്ധതി ഒരു ദാർശനിക ചട്ടക്കൂടിനുള്ളിൽ കൊണ്ടുവന്നത് ശങ്കരാചാര്യരാണ്. അതിനു മുൻപ് അദ്വൈതം ഉണ്ടായിരുന്നു. യോഗവാസിഷ്ടം, അഷ്ടാവക്ര സംഹിത എന്നിവയൊക്കെ അദ്വൈത ചിന്തകളാണ് പഠിപ്പിച്ചത്. എന്നാൽ വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും പരന്നു കിടക്കുന്ന ഈ
ആശയത്തെ യുക്തിഭദ്രമായ ഒരു ചിന്താപദ്ധതിയായി ഒരു ദർശനത്തിന്റെ ചട്ടക്കൂടിൽ കൊണ്ടുവന്നു എന്നതാണ് ശങ്കരാചാര്യരുടെ മേന്മ. ശങ്കരദർശനത്തിൽ യാഥാർത്ഥ്യം എന്നത് 3 നിലകളായാണ്. പ്രാതിഭാസികം, അതായത് അപ്പാരന്റ് ഓർ ഇല്യൂഷറി; വ്യാവഹാരികം, എംപിരിക്കൽ ഓർ പ്രാഗ്മാറ്റിക്; പാരമാർത്ഥികം, അബ്സല്യൂട്ട്. ഇങ്ങനെ ഒരു ചട്ടക്കൂടിന് ഉള്ളിൽ നിന്നാണ് അദ്ദേഹം യാഥാർത്ഥ്യത്തെയും മായ എന്ന പ്രതിഭാസത്തെയും വിശദീകരിക്കുന്നത്. ഇതിൽ ഏറ്റവും താഴെയുള്ളത് പ്രാതിഭാസികം അഥവാ ഇല്യൂഷറിയാണ്. മായയാൽ ഉണ്ടാവുന്ന അജ്ഞാനം ഉണ്ടാക്കുന്ന ഒരു എറർ, ഒരു പെശക് ആണിത്. ഉദാഹരണമായി പറഞ്ഞാൽ, അരണ്ട വെളിച്ചത്തിൽ നാം ഒരു കയറിനെ പാമ്പായി തെറ്റിദ്ധരിക്കുന്നത് പോലെ. അല്പം വെളിച്ചം വന്നാൽ മാറാവുന്നതേയുള്ളൂ ഇത്. എങ്കിലും ഇതും ഒരു യാഥാർത്ഥ്യമാണ്, കാരണം നാം അങ്ങനെ കണ്ടതാണല്ലോ. വ്യാവഹാരിക യാഥാർത്ഥ്യം എന്നത് നമ്മുടെ സാധാരണ അനുഭവങ്ങളാണ്. ഇതും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. കാര്യകാരണ ബന്ധങ്ങളാൽ ഉണ്ടാക്കപ്പെടുന്ന ഇത് പ്രായോഗികമായി എല്ലാ കാര്യങ്ങൾക്കും ഉപയോഗപ്രദമാണ്. പക്ഷേ ഇതും ഒരു അജ്ഞാനം തന്നെയാണ്. ആത്യന്തിക യാഥാർത്ഥ്യം അറിയുന്നത് വരെയേ ഇതിനും നിലനിൽപ്പുള്ളൂ. പാരമാർത്ഥികമാണ് ഏറ്റവും മുകളിലുള്ളതും ആത്യന്തികവുമായ യാഥാർത്ഥ്യം. ഈ യാഥാർത്ഥ്യത്തെ ബ്രഹ്മം എന്ന് വിളിച്ചു. അത് തന്നെ ബോധം. ബ്രഹ്മത്തിൽ ഉണ്ടാകുന്നു എന്ന് തോന്നുന്ന ചലനങ്ങൾ അല്ലെങ്കിൽ മാറ്റങ്ങളാണ് മറ്റ് 2 യാഥാർത്ഥ്യങ്ങളും. ബോധത്തിൽ ഉണ്ടാകുന്നു എന്ന് തോന്നുന്ന മാറ്റങ്ങളാണ് ഈ പ്രപഞ്ചമായി കാണപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ബ്രഹ്മത്തിൽ ഒന്നും മാറുന്നില്ല. മാറ്റമില്ലാതെ മാറുന്നതായി തോന്നുന്നതാണ് ഈ പ്രതിഭാസം. ഇതിനെയാണ് വിവർത്തം എന്ന് പറയുന്നത്. ഈ തോന്നൽ മായാനിർമ്മിതമാണ്. യാഥാർത്ഥ്യത്തിൽ ഒരു മാറ്റവുമില്ലാത്ത ബ്രഹ്മം മാത്രമേ ഇവിടെയുള്ളൂ. ഇവിടെ പലതുണ്ട് എന്ന് തോന്നുന്നത് മായ സൃഷ്ടിക്കുന്ന നാമരൂപങ്ങൾ, നെയിം ആൻഡ് ഫോംസ് മാത്രമാണ്. അതാണ് രണ്ടല്ലാത്തത്, അദ്വൈതം. അതാണ് ആത്യന്തിക യാഥാർത്ഥ്യം. മായ എന്നത് ഒരു മെറ്റാഫിസിക്കൽ ഡോക്ട്രിനാണ് എന്ന് പറയാമെങ്കിലും ഫിസിക്കലിസ്റ്റ് തിയറിയും പറയുന്നത് ഇതുപോലെ തന്നെയാണ്. ന്യൂറോ സയൻസ് അടക്കമുള്ളവ പറയുന്നത് നാം കാണുന്നതും അനുഭവിക്കുന്നതും ഒന്നും യാഥാർത്ഥ്യത്തെ അല്ല, മറിച്ച് നമ്മുടെ തലച്ചോർ നിർമ്മിക്കുന്ന യാഥാർത്ഥ്യത്തിൻ്റെ ഒരു മാതൃക അഥവാ മോഡൽ മാത്രമെന്നാണ്. അതായത് മോഡൽ ഡിപ്പെൻഡൻറ്റ് റിയലിസം. ബോധം അഥവാ കോൺഷ്യസ്നെസ്സിന് ഒരു ഫിസിക്കലിസ്റ്റ് തിയറി എന്ന രീതിയിൽ ഇന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന IIT തിയറി, അതായത് ഇൻ്റഗ്രേറ്റഡ് ഇൻഫോർമേഷൻ തിയറി പറയുന്നതും മറ്റൊന്നല്ല. IIT പറയുന്നു, നിങ്ങൾ തലച്ചോർ നിങ്ങൾക്ക് നൽകുന്നത് യാഥാർത്ഥ്യമല്ല, പിന്നെയോ യാഥാർത്ഥ്യത്തിൻ്റെ ഒരു നിർമ്മിത മോഡൽ മാത്രമാണ്. അതായത് എ കൺസ്ട്രക്റ്റഡ് മോഡൽ ഓഫ് റിയാലിറ്റി. ഈ മോഡൽ ഉപയോഗപ്രദമാണെങ്കിലും അത് സത്യമല്ല. ഞാൻ എൻ്റെ ശരീരത്തിൽ ഇരിക്കുന്നു എന്ന അനുഭവം ആന്തരികമായ ഒരു നിർമ്മിതി മാത്രമാണ്. അദ്വൈത സിദ്ധാന്തപ്രകാരം ഈഗോ അഥവാ ഈ മനസ്സും ശരീരവും എന്ന ഞാൻ അധ്യാസം, സൂപ്പർ ഇമ്പോസിഷൻ കൊണ്ട് സംഭവിക്കുന്നതാണ്. ന്യൂറോ സയൻസ് പറയുന്നത് നമ്മുടെ തലച്ചോറിലെ DMN അഥവാ ഡിഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് സൃഷ്ടിക്കുന്ന ഒരു മായാഭ്രമം മാത്രമാണ് ഞാൻ എന്നത്. ചുരുക്കത്തിൽ അദ്വൈതവും ന്യൂറോ സയൻസും പറയുന്നത് ഒന്ന് തന്നെയാണ്. നിത്യജീവിതത്തിലെ ഞാൻ എന്നത് നിർമ്മിക്കപ്പെടുന്ന ഒരു ഭ്രമം മാത്രമാണ്. മാധ്യമക ബുദ്ധിസത്തിൽ ഈ ലോകം പരസ്പര ബന്ധത്തിൻ്റെ ഒന്നിനും സഹജമായ നിലനിൽപ്പില്ലാത്ത ഒരു പ്രവാഹം മാത്രമാണ്. ഈ വ്യാവഹാരിക ലോകം കാര്യകാരണങ്ങളാലും സാഹചര്യങ്ങളാലും സൃഷ്ടിക്കപ്പെടുന്ന കർമ്മം മാത്രമാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു ആത്യന്തിക യാഥാർത്ഥ്യം എന്നത് നിലനിൽക്കുന്നില്ല.
അതുകൊണ്ട് തന്നെ ആത്യന്തിക യാഥാർത്ഥ്യം എന്നത് ശൂന്യം ആണ്. അതായത് മാധ്യമക ബുദ്ധിസം ആത്യന്തികത്തെ ആപേക്ഷികമാക്കി എന്ന് സാരം. അങ്ങനെ ഈ അനുഭവ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനം ആത്യന്തികമായി ശൂന്യം ആണ്. ഒന്നിനും സഹജമായ നിലനിൽപ്പില്ലാത്ത ശൂന്യം. ചുരുക്കത്തിൽ അദ്വൈതം ആപേക്ഷിക യാഥാർത്ഥ്യത്തെ ആത്യന്തിക യാഥാർത്ഥ്യത്തിനുള്ളിലുള്ള ഒരു മായാഭ്രമമായി കാണുമ്പോൾ, മാധ്യമിക ബുദ്ധിസം ആത്യന്തിക യാഥാർത്ഥ്യത്തെ ആപേക്ഷിക യാഥാർത്ഥ്യത്തിനുള്ളിലെ ഒരു മായാഭ്രമമായി കാണുന്നു. മാധ്യമിക ബുദ്ധിസം ശൂന്യം എന്ന് പറയുന്നത് നാം സാധാരണ കരുതുന്നത് പോലെ എംപ്റ്റിനെസ് അല്ലെങ്കിൽ ഒന്നുമില്ലായ്മ എന്ന് ധരിച്ചാൽ തെറ്റും. നാഗാർജുനൻ അതിനെ ചതുഷ്കോടി വിനിർമുക്ത തത്വം എന്നാണ് പറയുന്നത്. അതായത് യുക്തിയുടെ 4 അതിർത്തിക്കും പുറത്തുള്ളത് എന്ന് സാരം. അതായത് ടെട്രാലെമ്മ. എന്താണ് ഈ ടെട്രാലെമ്മ എന്നാൽ? ഒരു ഉദാഹരണം നോക്കാം. ഒരു പ്രൊപ്പോസിഷൻ പി, എ തിങ് എക്സിസ്റ്റ്. അതിൻ്റെ 4 ഭാഗങ്ങൾ നമ്മൾ നോക്കിയാൽ പി എക്സിസ്റ്റ്, അതായത് ബീയിങ് എന്ന് പറയാം. രണ്ടാമത്തത് പി ഡസ് നോട്ട് എക്സിസ്റ്റ്, നോൺ ബീയിങ്. മൂന്നാമത്തത് പി ബോത്ത് എക്സിസ്റ്റ് ആൻഡ് ഡസ് നോട്ട് എക്സിസ്റ്റ്, അതായത് ബോത്ത് ബീയിങ് ആൻഡ് നോൺ ബീയിങ് എന്നർത്ഥം. നാലാമത്തത് നൈദർ എക്സിസ്റ്റ് നോർ ഡസ് നോട്ട് എക്സിസ്റ്റ്, അത് നൈദർ ബീയിങ് നോർ നോൺ ബീയിങ്. ഇതാണ് ഈ 4 അതിരുകൾ എന്ന് പറയുന്നത്. അതായത് ശൂന്യം എന്ന് പറയുന്നത് ലോജിക്കിൻ്റെ 4 പരമ്പരാഗതമായ ട്രൂത്ത് വാല്യൂവിനും അപ്പുറത്താണ് എന്ന്. അത് അനിർവചനീയമാണ് എന്ന് ചുരുക്കം. മാധ്യമിക ബുദ്ധിസം സാധാരണ യുക്തിയുടെ ഭാഷ ഉപയോഗിച്ച് ആത്യന്തിക യാഥാർത്ഥ്യം സാധാരണ യുക്തിക്കും അപ്പുറത്താണ് എന്ന് പറയാൻ ശ്രമിക്കുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അദ്വൈതം ഈ പ്രപഞ്ചത്തിൻ്റെ അപ്പുറത്തുള്ള എന്തോ ഒന്നാണ് ബ്രഹ്മം എന്ന് കരുതുന്നില്ല. മറിച്ച് സർവം ഖലു ഇത് ബ്രഹ്മം എന്നാണ് പറയുന്നത്. അതായത് ഈ കാണുന്നതെല്ലാം ബ്രഹ്മമാണ് എന്ന്. മാത്രമല്ല ബ്രഹ്മം ഇമിനന്റ്, അഥവാ ആസന്നവുമാണ്, അല്ലെങ്കിൽ പ്രാപ്തസ്യ പ്രാപ്തമാണ്. അതോടൊപ്പം തന്നെ പറയുന്നു നേതി നേതി എന്ന്. ഇതല്ല. അങ്ങനെ ഇതല്ല എന്ന് എല്ലാം നിഷേധിച്ചു പോവുക എന്ന്. അതായത് എല്ലാം ബ്രഹ്മമാണ്, എന്നാൽ ഇതൊന്നും ബ്രഹ്മമല്ല എന്ന്. വിഷയി അഥവാ സബ്ജക്റ്റ് ആൻഡ് ഓബ്ജക്റ്റ് വേർതിരിവ് അവസാനിക്കുമ്പോൾ ഉണ്മയും ഇല്ലായ്മയും, അതായത് എക്സിസ്റ്റൻസ് ആൻഡ് നോൺ എക്സിസ്റ്റൻസ് അവസാനിക്കുമ്പോൾ അധീതത്വവും പ്രാപ്തവും, ട്രാൻസെൻഡൻസ് ആൻഡ് ഇമിനൻസ് ഇല്ലാതാകുമ്പോൾ അവിടെ അർത്ഥം അവസാനിക്കുന്നു, ഭാഷ അവസാനിക്കുന്നു. ഇതിനെ ഉപനിഷത്ത് വിവരിക്കുന്നത് ഇങ്ങനെയാണ്: അദൃശ്യ മവ്യയ അഗ്രാഹ്യം അലക്ഷണം അചിന്ത്യ അവ്യപദേശ ഏകാത്മക പ്രത്യയസാരം പ്രപഞ്ചോപശമം ശാന്തം ശിവം അദ്വൈതം. ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഗ്രഹിക്കാൻ കഴിയാത്ത, അതുകൊണ്ട് തന്നെ വാക്കുകൾ കൊണ്ട് വിവരിക്കാനാവാത്ത, മനസ്സുകൊണ്ട് ഊഹിക്കാൻ കഴിയാത്തത് കൊണ്ട് ചിന്തയ്ക്കും അപ്പുറത്തും ഇന്ന വിധമെന്ന് വേർതിരിക്കാൻ കഴിയാത്ത എന്നൊക്കെ. തീർച്ചയായിട്ടും ആശയക്കുഴപ്പമുണ്ടാക്കുന്നുണ്ട് ഈ ദർശനം. കാരണം യാഥാർത്ഥ്യം എന്നത് നമ്മുടെ യുക്തിക്കും അപ്പുറത്താണ്. അത് നമുക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുക തന്നെ ചെയ്യും. നാം അന്വേഷണം ആരംഭിച്ചത് ഈ ദൃശ്യവും അദൃശ്യവുമായ പ്രപഞ്ച നിർമ്മിതിയുടെ അടിസ്ഥാന ഘടകം എന്താണ് എന്ന ചോദ്യത്തിലൂടെയാണ്. മോഡേൺ ഫിസിക്സ് ഇന്ന് എത്തി നിൽക്കുന്നത് എവിടെയെന്ന് നാം പരിശോധനയ്ക്ക് വിധേയമാക്കി. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ദർശനങ്ങളായ അദ്വൈതവും മാധ്യമിക ബുദ്ധിസവും പറഞ്ഞതും നാം പരിശോധനയ്ക്ക് വിധേയമാക്കി. ഈ 3 ധാരകളെയും ഒരേ തട്ടിൽ തൂക്കുന്നത് ശരിയല്ല എന്ന വസ്തുത മറക്കാതെ തന്നെ വളരെ സൂക്ഷ്മമായി തന്നെ വേണം ഇതിനെ സമീപിക്കാൻ.
കാരണം ഗലീലിയോയുടെ കാലം മുതലേ സയൻസ് അല്ലെങ്കിൽ ഫിസിക്സ് ഒരു രീതിശാസ്ത്രം അഥവാ പ്രവർത്തന പദ്ധതി രൂപപ്പെടുത്തിയിട്ടുണ്ട്. അനുഭവത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ നിരീക്ഷണങ്ങളും, അതായത് എംപിരിക്കൽ ഒബ്സർവേഷൻ, പരീക്ഷണങ്ങൾ, അളക്കാവുന്നതും വസ്തുനിഷ്ഠവും ആവർത്തിക്കപ്പെടാവുന്നതുമായ തെളിവുകൾ സമ്പാദിക്കുക, തെറ്റാണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന സിദ്ധാന്തങ്ങൾ നിർമ്മിക്കുക, അതായത് ഫാൾസിബിലിറ്റി എന്നതൊക്കെയാണ് ഈ രീതിശാസ്ത്രം. ചുരുക്കത്തിൽ ഇത് പ്രയോജനകരമായ പ്രായോഗിക രീതിയാണ്. ഇത് ഓണ്ടോളജിക്കൽ അല്ല. ക്ലാസിക്കൽ സയൻസിന്റെ കാലത്ത് രൂപപ്പെട്ട ഈ രീതിശാസ്ത്രം ക്വാണ്ടം മെക്കാനിക്സിന്റെ തലത്തിൽ അത്ര പ്രായോഗികമല്ല എന്ന് ശാസ്ത്രലോകം ഇന്ന് മനസ്സിലാക്കി വരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ക്വാണ്ടം മെക്കാനിക്സിന്റെ മുഴുവൻ രൂപഘടനയും ഇൻഫോർമേഷൻ അല്ലെങ്കിൽ അറിവ്, വിവരം എന്ന രീതിയിൽ മാത്രം മനസ്സിലാക്കാൻ കഴിയും. എങ്ങനെയെന്നാൽ ഒരു ക്വാണ്ടം സിസ്റ്റം പ്രകടീകൃതം ആകുന്നത് അഥവാ മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് മറ്റൊരു സിസ്റ്റമായി സമ്പർക്കം അല്ലെങ്കിൽ ഇൻ്ററാക്ട് ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് ഒരു സിസ്റ്റത്തെക്കുറിച്ചുള്ള വിശദീകരണങ്ങളെല്ലാം അത് ഇൻ്ററാക്ട് ചെയ്യുന്ന മറ്റൊരു സിസ്റ്റത്തിൻ്റെ വിശദീകരണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അതുകൊണ്ട് ഒരു സിസ്റ്റത്തെക്കുറിച്ചുള്ള ഏതൊരു വിശദീകരണവും അത് ഇൻ്ററാക്ട് ചെയ്യുന്ന മറ്റൊരു സിസ്റ്റത്തിൻ്റെ വിശദീകരണത്തിൻ്റെ അറിവ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ മാത്രമാണ്. അതായത് രണ്ട് സിസ്റ്റം തമ്മിലുള്ള പരസ്പര ബന്ധം അഥവാ കോറിലേഷൻ മാത്രമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സിസ്റ്റത്തെക്കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ അഥവാ വിശദീകരണം എന്ന് പറഞ്ഞാൽ അതുമായി ഇതുവരെ നടന്നിട്ടുള്ള എല്ലാ ഇൻട്രാക്ഷൻ്റെയും ആകത്തുക മാത്രമാണ്. ഇത് മാധ്യമിക ബുദ്ധിസത്തിലെ പ്രതീത്യ സമുത്പാദം അഥവാ ഡിപ്പെൻഡൻറ്റ് ഒറിജിനേഷൻ, ശൂന്യം എന്നൊക്കെയുള്ള കണ്ടെത്തലുമായി ഒന്ന് താരതമ്യം ചെയ്ത് നോക്കുന്നത് നന്നായിരിക്കും. സ്പേസ് എന്ന ആ പശ്ചാത്തലം അപ്രത്യക്ഷമായി, കാലവും അപ്രത്യക്ഷമായി. ക്ലാസിക്കൽ സയൻസിലെ കണികകളും ക്ലാസിക്കൽ ഫീൽഡുകളും അപ്രത്യക്ഷമായി. അപ്പോൾ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്താണ്? അതാണ് മുൻപ് പറഞ്ഞ ക്വാണ്ടം ഫീൽഡ്. ഒരടിത്തറയായി സ്പേസ് ടൈം ആവശ്യമില്ലാത്ത, സ്പേസ് ടൈമിനെ തന്നെ സൃഷ്ടിക്കുന്ന കോവേരിയൻറ്റ് ക്വാണ്ടം ഫീൽഡ്. സ്പേസ്, ടൈം, പ്രകാശം, ഊർജം, പാർട്ടിക്കിൾസ്, പ്രപഞ്ചം എല്ലാം ഈ ഫീൽഡിൻ്റെ ഒരു മാനിഫെസ്റ്റേഷൻ മാത്രം. ഈ വിവരണങ്ങളെല്ലാം അദ്വൈതത്തിലെ ബോധം എന്ന ആശയത്തിൽ ചേരുന്നില്ലേ? ഉണ്ട് എന്ന് പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ ഇത് രണ്ടും ഒന്നാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം അല്ല എന്നാണ്. കാരണം ഇത് രണ്ടും രണ്ട് ഫ്രെയിംവർക്കിനുള്ളിലുള്ളതാണ്. ഒന്ന് ഫോർമൽ മാത്തമാറ്റിക്കൽ കൺസ്ട്രക്റ്റാണ്. മാത്തമാറ്റിക്കൽ കൺസ്ട്രക്റ്റ് എന്ന് പറയുമ്പോൾ അത് വെറും അബ്സ്ട്രാക്റ്റ് ആശയം എന്ന് ധരിക്കരുത്. പിന്നെയോ ഒരു കോൺഫിഗറേഷൻ സ്പേസിൽ നമ്മൾ കാണുന്ന ഈ 3D സ്പേസ് അല്ല, യഥാർത്ഥമായ ഔട്ട്കം ഉണ്ടാക്കാൻ കഴിയുന്ന ഹയർ ഡയമെൻഷനിലുള്ള ഒരു നിലനിൽപ്പാണത്. ക്ലാസിക്കൽ ഇൻറ്റ്യൂഷന് പെട്ടെന്നെത്താൻ കഴിയാത്ത ഒരു തേർഡ് കാറ്റഗറി, ഒരു മൂന്നാം കാറ്റഗറിയാണ് അത്. ബോധം അഥവാ കോൺഷ്യസ്നെസ് ഓണ്ടോളജിക്കൽ എക്സ്പീരിയൻഷ്യൽ എക്സിസ്റ്റൻസ് ആണ്. എങ്കിലും ഇത് രണ്ടും ഇതുവരെ നാമൊക്കെ കരുതിയ ക്ലാസിക്കൽ സെർട്ടനിറ്റിയെ റദ്ദാക്കുന്ന ഒരു പോയിന്റിൽ സംഗമിക്കുന്നുണ്ട്. ഈ സംഗമം അല്ലെങ്കിൽ കൺവേർജൻസ് സയൻസിനെ അതിൻ്റെ രീതിശാസ്ത്രം എന്ന പഴയ വേലിക്കെട്ടിൽ നിന്നും പുറത്തു കൊണ്ടുവന്ന് പുതിയൊരു ലോകവീക്ഷണത്തിന് വഴി ഒരുക്കിയേക്കാം എന്ന് നമുക്ക് പ്രത്യാശിക്കാം. നന്ദി.